അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണം. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാസന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ സാന്നിധ്യം ഈ കൃപാസനത്തിൽ വന്നിറങ്ങി പ്രാർത്ഥിച്ചു പോകുന്ന ലക്ഷോപലക്ഷം മനുഷ്യരുടെ പ്രാർത്ഥനയുടെ ശക്തിയാൽ ഞാൻ ഇന്നത്തെ ദിവസത്തെ എൻ്റെ മക്കളുടെ ആവശ്യങ്ങളെ കർത്താവിൻ്റെ ദൃശ്യം സമർപ്പിച്ചുകൊണ്ട് ആശീർവദിക്കുന്നു. കർത്താവെ, അങ്ങയുടെ മക്കളുടെ മേൽ നിൻ്റെ തിരുമുറുപാട് മരുന്നുകരം വെക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ശിരസിൻ്റെ രോഗങ്ങൾ, ബ്രെയിനിലെ സിസ്റ്റുകൾ, ബ്രെയിനിലെ ക്യാൻസറുകൾ, ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ രോഗങ്ങൾ ഈ നിമിഷം ഇത് പ്രാർത്ഥന കൂടുന്ന മക്കളുടെ മേൽ കർത്താവിൻ്റെ ശക്തി ഒഴുകുകയും നീ സുഖപ്പെടുകയും ചെയ്യട്ടെ. തൊണ്ടനൊമ്പരങ്ങൾ, അത്തോൺസൈറ്റുകൾ, തൈറോയിഡുകൾ, ശ്വാസകോശ രോഗങ്ങൾ, ഉദര രോഗങ്ങൾ, പിസ്തുല രോഗങ്ങൾ, PCOD രോഗങ്ങൾ, സർവാംഗവാദ രോഗങ്ങൾ, വൃഷ്ണരോഗങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ ഉച്ചമുതൽ ഉള്ളങ്കാര് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. മരുന്ന് ലേപനമല്ല, അങ്ങയുടെ വചനമാണല്ലോ അങ്ങയുടെ മക്കളെ സുഖപ്പെടുത്തുന്നത്. വചനത്തിൻ്റെ കരുത്ത ശക്തിയാൽ യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ അങ്ങയുടെ മക്കൾ സൗഖ്യം പ്രാപിക്കട്ടെ. കർത്താവെ, ഇന്നത്തെ യാത്ര, ഇന്നത്തെ സംസാരം, ഇന്നത്തെ കമ്മ്യൂണിക്കേഷൻസ്, ഇന്നത്തെ ഒപ്പുകൾ, ഇന്നത്തെ എഴുത്തുകൾ, ഇന്നത്തെ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, കർത്താവ് ഇന്ന് ചെയ്തു തീർക്കേണ്ട എല്ലാ ഉത്തരവാദിത്തങ്ങളും കണ്ടുമുട്ടുന്ന എല്ലാ വ്യക്തികളുടെ മേലും എൻ്റെ മക്കളുടെ മേൽ കർത്താവിൻ്റെ ശക്തി പ്രവർത്തിക്കുകയും മാതാവിൻ്റെ മധ്യസ്ഥത്തിലെ സഞ്ചാരി മാതാവ് സമയത്തിൻ്റെ അധികാരം നിലമേലങ്കിയാൽ നിങ്ങളെ പൊതുകയും സന്തോഷത്തോടെ നിങ്ങൾ രാത്രി തിരിച്ചു വരാൻ ദൈവം അനുവദിക്കുകയും ചെയ്യട്ടെ. നിത്യപിതാപുത്രൻ പരിശുദ്ധാത്മാശ്വരശ്വരെ നയിക്കുവാവേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ പങ്ക്തിയിൽ
അതായത് അവർ ഡെയിലി ബ്രെഡ്, അതിന് വേണ്ട ആഹാരം. നമുക്കറിയാം വചനമാണ് ആഹാരമെന്നറിയാം. കൃപാസനത്തിൽ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വചനത്തെ പാചകം ചെയ്യും. വചനം ഒരു റോ റൈസാണെന്ന് വിചാരിച്ച്, ഒരു അരിയാണ്. വചനം വിത്തെന്ന് പറഞ്ഞാലും അരിയെന്ന് പറഞ്ഞാലും റോയാണത്. അതിനെ എന്താ ചെയ്യണത്? അതിനെ നമ്മൾ വേവിച്ച് ചോറാക്കി അതിൻ്റെ കൂടെ കറിയൊക്കെ ചേർത്ത് വിളമ്പുമ്പോഴാണത് രുചികരമായ ആഹാരമായിട്ട് മാറുകയും അത് ആരോഗ്യം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ വചനത്തിൻ്റെ ഒരു പാചകവിധിയാണ് നമ്മൾ പലപ്പോഴും ഡെയിലി ബ്രെഡിൽ കാണുന്നത്. ഇപ്പോൾ ഡെയിലി ബ്രെഡല്ലേ ഇത്, അതുകൊണ്ട് ആഹാരം. അപ്പം അരി അങ്ങനെ തന്നെ തിന്നാൻ പറ്റത്തില്ലല്ലോ, അത് ആഹാരമാകത്തില്ല. അപ്പോൾ നമ്മൾ ചെയ്യണത് വചനത്തെ ബോയിൽ ചെയ്ത് തിന്നാവുന്ന പരുവത്തിലാക്കും. അതെല്ലാവർക്കും തിന്നാം. ഇപ്പം PhD ഡോക്ടറും സയൻറ്റിസ്റ്റും ചോറ് തിന്നാൻ പറ്റും. അതുപോലെ തന്നെ വലിയ പഠിപ്പൊന്നും ഇല്ലാത്തവർക്കും ചോറ് ആഹാരമാകും. അപ്പം അത് ആ രീതിയിലാണ് വചനത്തെ. ചോറ് എല്ലാവർക്കും പ്രാപ്യമല്ല, എല്ലാവർക്കും ദഹിക്കുന്നതാണ്, എല്ലാവർക്കും ആരോഗ്യപ്രദമാണ്. പിന്നെ കാർബോഹൈഡ്രേറ്റ് ആണെന്നുള്ള ശാസ്ത്രീയ വിഷയത്തൊക്കെ വിട്. നമ്മളൊരു അന്നു വേണ്ട ആഹാരം എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, കൃപാസനത്തിൻ്റെ വചന വ്യാഖ്യാന വരങ്ങൾ കർത്താവ് തന്നിരിക്കുന്നത് അനുദിന മനുഷ്യന്മാരുടെ ജീവിതത്തെയാണ് അത് അഡ്രസ്സ് ചെയ്യണത്. ഒരു പ്രബുദ്ധ സദസ്സിൽ അക്കാഡമിക് സൊസൈറ്റിയിലേക്കല്ല അത് കൊടുക്കണത്. അക്കാഡമിഷ്യൻസൊക്കെ ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ അവർക്ക് അത്രയ്ക്ക് ദഹിക്കത്തില്ല. കാര്യം അവർ സാങ്കേതിക ശാസ്ത്രപ്രകാരമാണ് വചനത്തെ അനലൈസ് ചെയ്യണത്. പക്ഷേ സാധാരണ മനുഷ്യന് അതിൻ്റെ ഒരാവശ്യമില്ല. ശരിക്കും സാധാരണ മനുഷ്യന് അവൻ്റെ ജീവിതത്തോട് ഇതെങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു, വചനം പ്രതികരിക്കുന്നു. അതാണ് എൻ്റെ പ്രസംഗമൊക്കെ ഞാൻ സെമിനാരിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഭയങ്കര റഫ് ആൻഡ് ടഫായിരുന്നു. പ്രസംഗം കഴിയുമ്പോൾ ആൾക്കാർ പറയും ഒന്നും മനസ്സിലായില്ല അച്ഛാന്ന് പറയും. കാര്യം അത് ഈ പൗലോസപ്പോസിൻ്റെ പൊട്ടിപ്പോയ പ്രസംഗം പോലെ നിങ്ങളുടെ ചില കവികൾ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പ്രസംഗിച്ചിട്ട് അത് തോൽവിയായിപ്പോയില്ലേ, അതുപോലെ ലോകതോൽവിയായിരുന്നു ശരിക്കും. അവസാനം ആൾക്കാർ പറഞ്ഞ് ഞങ്ങൾ പിന്നെ വന്ന് നിന്നെ കേൾക്കാമെന്നൊക്കെയാണ് ആൾക്കാർ പറഞ്ഞത് പൗലോസിനോട്. അപ്പോൾ ഒരു ഫ്രൂട്ട്സും ഇല്ല, മാനസാന്തരവും ഇല്ല. പൗലോസിന് ഭയങ്കര സങ്കടമായി. ആദ്യം പൗലോസ് പറഞ്ഞത് സാങ്കേതികമായിട്ട് സാംസ്കാരികമായിട്ട് സാഹിത്യപരമായിട്ട് കൂടി സംസാരിച്ച്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 17:23 ഞാൻ ഇതിലെ കടന്നു പോയപ്പോൾ നിങ്ങളുടെ ആരാധനാ വസ്തുക്കളെ നിരീക്ഷിച്ചു. അജ്ഞാത ദേവന് എന്ന് എഴുതിയിട്ടുള്ള ഒരു ബലിപീഠം ഞാൻ കണ്ടു. നിങ്ങൾ ആരാധിക്കുന്ന ആ അജ്ഞാതനെ കുറിച്ച് തന്നെയാണ് ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുന്നത്. അദ്ദേഹത്തിന്റെ അവിടുത്തെ സാംസ്കാരിക ചരിത്ര പശ്ചാത്തലം പരിശോധിച്ചിട്ട് അജ്ഞാത ദേവൻ ക്രിസ്തുവാണെന്ന് ലോജിക്കലായിട്ട് അവതരിപ്പിക്കാൻ നോക്കുകയാണ്. ക്രിസ്തുവിനെ ഒരു റാഷണലായിട്ട് അവതരിപ്പിക്കാൻ നോക്കുകയാണ്. കാര്യം ഏതൻസിലെ ജനങ്ങളെന്ന് പറയുന്നത് എപ്പോഴും പുതിയ കാര്യങ്ങൾ കേൾക്കുന്നത് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണ്. അപ്പോസ്തല പ്രവർത്തനം 17:21 എല്ലാ ആഥൻസുകാർക്കും അവിടെ താമസിച്ചിരുന്ന വിദേശികൾക്കും പുതിയ പുതിയ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതിനും കേൾക്കുന്നതിനുമല്ലാതെ മറ്റൊന്നിനും സമയമുണ്ടായിരുന്നില്ല. അതൊരു ഭയങ്കര എസ്തെറ്റിക് ആയിട്ടുള്ള ഒരു അക്കാഡമിക് സൊസൈറ്റിയാണ്. പുതിയ പുതിയ ആൾക്കാർ വന്ന് അവർക്കൊരാശയങ്ങൾ വരുമ്പോൾ അത് വന്ന് പബ്ലിക്കായിട്ടത് പറയും. ഒരു പീഠമുണ്ടാകും. അവിടെ പ്രസംഗിക്കാൻ പൗലോസിന് ചാൻസ് കിട്ടിയപ്പോഴാണ് അദ്ദേഹം ഈ വിഷയം വളരെ കഷ്ടപ്പെട്ട് പ്രിപ്പയർ ചെയ്താണ് ഈ വിഷയം പറയണത്. അദ്ദേഹം അവരുടെ കവികളിലേക്ക് സാഹിത്യ പുസ്തകങ്ങളൊക്കെ വായിച്ച് കർത്താവിനെ അവതരിപ്പിക്കാൻ വേണ്ടി.
അതാണ് പുള്ളി പറയുന്നത്. നിങ്ങളുടെ ചില കവികൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോസ്തല പ്രവർത്തനം 17:28. എന്തെന്നാൽ അവിടുന്നിൽ നാം ജീവിക്കുന്നു, ചരിക്കുന്നു, നിലനിൽക്കുന്നു. നാം അവിടുത്തെ സന്താനങ്ങളാണെന്ന് നിങ്ങളുടെ തന്നെ ചില കവികൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ വയലാറും വയൽക്കുറിപ്പൊക്കെ നമ്മുടെ അത്താറകൾ കോട്ട് ചെയ്യത്തില്ലേ, അതിൻ്റെ തന്നെ ഒരു പൗളിയൻ വെർഷനാണത്. പക്ഷെ ഇതൊന്നും വർക്കൗട്ട് ചെയ്യത്തില്ല. അവസാനം പുള്ളി പ്രഭാഷണത്തിൽ പരാജയപ്പെട്ടപ്പോൾ പുള്ളിക്ക് ഭയങ്കര കണ്ണീരാകും. കർത്താവേ, ഞാൻ എന്ത് സംസ്കാരവും വൈജ്ഞാനികവും പ്രബോധനപരമായിട്ടൊക്കെ സംസാരിച്ചിട്ട് നിന്നെ അങ്ങോട്ട് കൈമാറാൻ പറ്റണില്ലല്ലോ എന്ന് ഈ മനുഷ്യൻ കർത്താവിൻ്റെ മുമ്പിൽ കണ്ണീരിടും. അപ്പോൾ പരിശുദ്ധാത്മാവ് പറയും, നീ നിൻ്റെ വൈജ്ഞാനിക പ്രബുദ്ധത ജനങ്ങളുടെ മേൽ വിളമ്പുന്നതിന് പകരം എന്നെ കൊടുക്കാൻ പറയും. അപ്പോൾ പൗലോസിൻ്റെ പ്രാർത്ഥനയിൽ കറക്റ്റ് കാര്യം പറയും. പൗലോസ് പിന്നെ പറയാൻ തുടങ്ങുക വെച്ചാൽ ഗ്രീക്കുകാർ വിജ്ഞാനം അന്വേഷിക്കുന്നു, യഹൂദർ അടയാളം അന്വേഷിക്കുന്നു. കണ്ട, ഞാൻ നിങ്ങളോട് പറയുന്നത് സാഹിത്യവും സംസ്കാരവും പാണ്ഡിത്യമൊന്നുമല്ല, തുണിയില്ലാതെ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കുറിച്ചാണ്. അതാണ് അവിടെയാണ് പൗലോസ് ലാൻഡ് ചെയ്യേണ്ടത്. കറക്റ്റ് വന്ന് പ്രഭാഷണങ്ങൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ദൈവം എന്താണ് ഉദ്ദേശിക്കുന്നത്, ഈ ലോകത്തോട് ക്രിസ്തുവിലൂടെ ദൈവം എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്, അതാണ് പറയേണ്ടത്. അല്ല വല്ലതും എഴുതി ഡോക്ടറേറ്റ് എടുത്തെന്ന് പറഞ്ഞാൽ അത് കൊണ്ടുവന്ന് ആൾക്കാരെ ഛർദ്ദിക്കേണ്ട ഒരു കഥയുമില്ല. ആരെങ്കിലും എന്തെങ്കിലും പാടി നടന്നെന്ന് പറഞ്ഞുകൊണ്ട് ആ പാടി നടന്നവന്മാരുടെ സാഹിത്യത്തിന് നമ്മളിങ്ങനെ ഹോശാന പാടുകയും ഫാൻ ചെയ്യേണ്ട കാര്യമില്ല. മറിച്ച് വി മസ്റ്റ് അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല നല്ല പ്രശ്നം. ദൈവത്തിൻ്റെ പദ്ധതികളെ ജനങ്ങളിലേക്ക് എത്തിക്കും. ഇപ്പോൾ പൗലോസ് പ്ലേറ്റ് മറച്ചു വെച്ച് എന്താ പറയണത്? 1 Corinthians 1:22-23. യഹൂദർ അടയാളങ്ങൾ ആവശ്യപ്പെടുന്നു. പക്ഷി ലാൻഡ് ചെയ്യണ കണ്ടില്ലേ താഴേക്ക്? യഹൂദർ അടയാളം ആവശ്യപ്പെടുന്നു. ഗ്രീക്കുകാർ വിജ്ഞാനം അന്വേഷിക്കുന്നു. ഗ്രീക്കുകാർ വിജ്ഞാനം അന്വേഷിക്കുന്നു എന്നുള്ള കാരണം അതുകൊണ്ട് വൈജ്ഞാനികമായിട്ട് ക്രിസ്തുവിനെ അവതരിപ്പിക്കാവുന്നതാണ് പൗലോസ് വിചാരിച്ചുകൊണ്ടാണ് നിങ്ങളുടെ കവികളും അൺനോൺ ഗോഡ് എന്ന് പറയണത്. വളരെ വൈജ്ഞാനികമായിട്ട് അവതരിപ്പിക്കണത്. പക്ഷെ അതൊന്നും വർക്കൗട്ട് ചെയ്യണില്ല. എന്താ കാര്യം? അതിൻ്റെ കൂടെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കത്തില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എനിക്ക് അറിവുണ്ടോ, ഞാൻ പ്രബുദ്ധനാണോ, എനിക്ക് സാഹിത്യം അറിയാമോ, പാട്ടറിയാമോ എന്നൊന്നും അല്ല പ്രശ്നം. എൻ്റെ കയ്യിലുള്ള ഈ ചരക്ക് പരിശുദ്ധാത്മ പ്രവർത്തിക്കാൻ പറ്റിയതാണോ, അതാണ് വിഷയം. സഭയുടെ പ്രഭാഷകന്മാർക്ക് ചിലർക്കെങ്കിലും പറ്റുന്ന ഒരു അബദ്ധം, അവരുടെ പ്രഭാഷണത്തിലെ കണ്ടൻറ്റിൽ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ പറ്റണില്ല. അത് അതുകൊണ്ട് എന്താണ്, ക്രിസ്തുവിലെ ഇതിനെ ജനം തിരിച്ചറിയുകയോ ക്രിസ്തുവിനെ ജനം സ്വീകരിക്കാൻ തയ്യാറാകുകയില്ല. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ കാര്യങ്ങൾ അപകടം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ടു. യഹൂദർ അടയാളങ്ങൾ ആവശ്യപ്പെടുന്നു. ഗ്രീക്കുകാർ വിജ്ഞാനം അന്വേഷിക്കുന്നു. ഞങ്ങളാകട്ടെ യഹൂദർക്ക് ഇടർച്ചയും വിജാതിയർക്ക് ഭോഷത്വവുമായ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. അപ്പം എന്താ പ്രശ്നം വെച്ചാൽ, നമ്മൾ പറയുന്ന കാര്യം ചിലർക്കത് പോഷത്വമായിട്ട് തോന്നും. നമ്മൾ പറയുന്ന കാര്യം ചിലർക്ക് ഇടർച്ചയായിട്ട് തോന്നും. ഈ അച്ഛൻ്റെക്ക് ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല എന്ന് പറയാൻ. നമ്മൾ പറയുന്ന കാര്യം പക്ഷേ ചിലപ്പോൾ ചിലർക്ക് പോഷത്വവും ചിലർക്ക് ഇടർച്ചയായി പോകുന്നു. പക്ഷേ എന്താണ്, നമ്മൾ പറയുന്ന കാര്യത്തിൽ നമ്മൾ മാറാൻ പാടില്ല. കാര്യം നമ്മളെ പ്രസംഗിക്കാൻ വേണ്ടി അയക്കപ്പെട്ടവരാണ്. അപ്പോൾ പ്രമേയം എന്ന് പറയുന്നത് നമ്മൾ എന്താണ് നാടകത്തിൽ ഒരു പ്രോംഡർ, അതായത് നമ്മൾ നാടകം നടത്തുമ്പോൾ ചില സമയത്ത് ആ കർട്ടൻ്റെ ബാക്കിൽ നിന്ന് ഒരാൾ പ്രോംപ്റ്റ് ചെയ്ത് തരും. ആ പ്രോംപ്റ്റ് ചെയ്ത് തരുന്ന കാര്യങ്ങളാണ് ഈ കഥാപാത്രം പറയേണ്ടത്. അവിടെ നമ്മൾ കഥാപാത്രം മാത്രമാണ്. എന്താണ് ബാക്കിൽ നിന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു തരണത്, സഭ എന്ത് പഠിപ്പിക്കുന്നു, അതാണ് ഇയാൾ പറയേണ്ടത്. അല്ലാതെ അവിടെ ഒന്ന് നോക്കി ഒന്ന് പഠിപ്പിച്ചിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നിയത് പറയാൻ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കിഷ്ടമുള്ളത് പറയാൻ പറ്റത്തില്ല. അപ്പോൾ സഭയുടെ പഠനമായിരിക്കത്തില്ല, അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമായിരിക്കത്തില്ല. പ്രബോധന അധികാരം സഭയ്ക്കാണ് കൊടുത്തിരിക്കണേ. ഇപ്പോഴും നമ്മൾ സഭയുടെ പഠനങ്ങളുടെ സൈഡിൽ ലൈൻ ഓഫ് തോട്ടുകൾ നമ്മൾ ചെക്ക് ചെയ്യണം. പക്ഷേ അതിൻ്റെ പേരിൽ നമ്മൾ ആവശ്യമില്ലാത്ത നമ്മുടെ സാഹിത്യകാരനാണ്, കവിയാണെന്നൊക്കെ നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടി നമ്മളെ തന്നെ പ്രസംഗിക്കരുത്. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഇത് എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട സത്യമാണ്. ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. നമ്മൾ എന്ത് ചെയ്താലും
ക്രൂശിക്കപ്പെട്ട ക്രിസ്തു എന്ന് പറയണതാണ് ദൈവത്തിൻ്റെ കണ്ടൻ്റ് എന്ന് പറയുന്നത്. ദൈവം ലോകത്ത് നൽകുന്ന രക്ഷാകരമായ കണ്ടൻറ്റ്, റിഡംപ്റ്റീവ് കണ്ടൻ്റ് എന്ന് പറയുന്നത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവാണ്. അപ്പോൾ നമ്മളിപ്പോൾ നിങ്ങളൊരാളോട് ക്ഷമിക്കണത്, നിങ്ങൾക്ക് പറയാൻ പറ്റണം, ഞാൻ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രതിയാണ് നിന്നോട് ക്ഷമിക്കണത്, അല്ലേ? ഞാൻ ഈ സാധനം വേണ്ടെന്ന് വെക്കണത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രതിയാണ് ഞാൻ വേണ്ടെന്ന് വെക്കണത്. കാര്യം അതുകൊണ്ടാണ് ഈശോനെ പ്രതി എന്ന് പറഞ്ഞത്, എന്നെ പ്രതി. അപ്പോൾ ഈശോനെ പ്രതി നമുക്ക് അടുത്ത ദിവസം ഇതിനേക്കാളും ബെസ്റ്റായിട്ടിത് കാണാം. ഈ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു എന്നുള്ളതും ഈ ക്രിസ്തുവിനെ പ്രതിയാണ് ഈ നമ്മളെ. ഒരാൾ എനിക്ക് വലിയ മുമ്പത്തോളം വിശ്വാസം തോന്നണില്ല, മുമ്പത്തോളം പ്രാർത്ഥിക്കാൻ വരുന്നില്ല, പ്രാർത്ഥന വരുമ്പോൾ എനിക്ക് ഉറക്കം വരണേ, എനിക്ക് കുർബാനയ്ക്ക് പോകാൻ പറ്റണില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ബാങ്ക്രപ്സിയായി. നമ്മളുടെ സ്റ്റോക്ക് തീർന്നതിൻ്റെ അർത്ഥം. ഇപ്പം ഗ്യാസ് തീരത്തില്ലേ, വിളക്ക് കത്താൻ നേരത്ത് ഇങ്ങനെ പെട്ടെന്ന് കത്തണ പോലെ ഗ്യാസ് ഇപ്പോൾ തീരണത് ഭയങ്കര പേടിയാണ് ആൾക്കാർക്ക്. ഇപ്പോൾ ഗ്യാസ് തീർന്നാൽ പിന്നെ ഉടനെ ഗ്യാസ് കിട്ടത്തില്ല. ഞാൻ കഴിഞ്ഞ ആഴ്ച ദിവസം അരമണിക്കൂർ കാത്തിരുന്ന് ചായക്ക് ഗ്യാസ് തീർന്നു പോയി. അപ്പോൾ അതുപോലെ ഗ്യാസ് തീരണ ഒരു കാലത്ത് ഇതുപോലെ ചില സമയം നമ്മുടെ ആത്മീയ ഗ്യാസും തീർന്നു പോകും, കൃപ തീർന്നു പോകും. അപ്പോൾ നമുക്ക് കോട്ടവായിടും, പള്ളിയിൽ നിന്ന് ഉറങ്ങും, അവന് പള്ളിയിൽ പോകാൻ തോന്നത്തില്ല, കുടുംബ പ്രാർത്ഥനയ്ക്ക് ചേരത്തില്ല, കുർബാനയ്ക്ക് പോകത്തില്ല, അങ്ങനെ ഗ്യാസ് തീർന്നു. അങ്ങനെ വന്നാൽ പിന്നെ ഈ ബാങ്ക്രപ്സി ആയി, വിശ്വാസം ബാങ്ക്രപ്സി ആയാൽ അതിനെ അതിജീവിക്കുന്നത് എല്ലാം ഈ നമ്മൾ പിന്നെ ചെയ്യുന്നതെല്ലാം ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രതിയായിരിക്കണം. നമ്മൾ പിന്നെ ഒന്നും തുടങ്ങേണ്ടി വരും. പക്ഷെ ഒന്നും തുടങ്ങിയാലും പെട്ടെന്ന് ഒറ്റ ദിവസം കൊണ്ട് 9 ദിവസത്തെ വളർച്ച ഉണ്ടാക്കാം. എങ്ങനെയാണത്? എല്ലാം ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ. ഇപ്പം നിങ്ങൾ ക്ഷമിക്കണതും, ഒരാളെ സഹായിക്കണതും, ഒരാളുടെ കൂടെ തുണയാത്ര പോണതും, ഒരാൾക്ക് പഠന സഹായം ചെയ്തു കൊടുക്കുന്നതും എല്ലാം ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ആയിരിക്കണം. അപ്പോൾ ഈ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിന് ഭയങ്കരമായ ഇൻകമാണ്, വരുമാനം. നമുക്ക് നാളെ അത് നല്ലതായിട്ട് കാണാം. കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. എല്ലാം ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിൽ ചെയ്യുക. ഇന്നത്തെ ദിവസം ഭാസുരമാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ആദ്യമേ തന്നെ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. അതായത് എന്നെയും എൻ്റെ കുടുംബത്തിനെയും ഈ സാക്ഷ്യം പറയാനായിട്ട് ഇവിടെ ഒരുക്കിയതിന്. എൻ്റെ പേര് റീന ബാബു. ഞാൻ കൊല്ലം ജില്ലയിലെ പോർട്ടുവല്ലം ഇടവകയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ മകൾ റീനി ഷൈൻ, ഇതെൻ്റെ മകളുടെ ഭർത്താവ് ഷൈൻ സോളമൻ, കുഞ്ഞ് കാതറിൻ ലബോറ ഷൈൻ. ഞാൻ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് 2024 ഓഗസ്റ്റ് 11-ാം തീയതിയാണ്. ഇവിടെ ഈ കൃപാസനത്തെ പറ്റി എനിക്കൊരു വിശ്വാസവുമില്ലായിരുന്നു. അതായത് മാതാവിനെയല്ല, ഞാൻ മാതാവിൽ വിശ്വസിക്കുന്നൊരു വ്യക്തി തന്നെയാണ്. പക്ഷേ ഈ പച്ചത്തിരിയും നീലത്തിരിയും ഇവിടെ കത്തിക്കുന്നതിനോട് എനിക്കൊരു താല്പര്യമില്ലായിരുന്നു. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നതിനുള്ള മെയിൻ കാരണം, എൻ്റെ മകളെ വിവാഹം കഴിഞ്ഞയച്ചിട്ട് 10 വർഷം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ മകൾക്ക് കുട്ടികളില്ലായിരുന്നു. ഞങ്ങൾ ഒരുപാട് നേർച്ചകൾ നടത്തി, ഒരുപാട് പള്ളികളിലും എല്ലാം പോയി. ഞാൻ ഡെയിലി പള്ളിയിൽ പോകുന്നൊരു വ്യക്തി തന്നെയാണ്. ഞാൻ 25 വർഷം കൊണ്ട് ഡെയിലി മാസിന് പോകുന്നുണ്ട്. പക്ഷേ പലരും എന്നോട് പറയും, നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് എന്താ നിങ്ങളുടെ മകൾക്ക് കുട്ടികളെ കിട്ടാത്തതെന്ന്. എനിക്ക് പ്രാർത്ഥിക്കാൻ അറിഞ്ഞുകൂടാന്ന് വരെ സകലരും ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങൾ വളരെയേറെ നിരാശയിലായിരുന്നു. അതായത് പലരും ഞങ്ങളെ പല രീതിയിലും വേദനിപ്പിച്ചിട്ടുണ്ട്. ഇതെന്താ മകളെ കെട്ടിച്ചിട്ട് മക്കളില്ല, മകനെ കെട്ടിച്ചിട്ട് മക്കളില്ലല്ലേ, ഇതെന്താ മച്ചിക്കൂട്ടമാണോ? അതുമാത്രമല്ല, എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും അവരുടെ കുട്ടികൾക്ക് കുഞ്ഞുങ്ങളുണ്ടെങ്കിലും പ്രഗ്നൻ്റ് ആയാലും അവരെൻ്റെ അടുത്ത് പറയത്തില്ല. അതുമാത്രമല്ല, അവർ പള്ളിയിൽ 40-ാം ദിവസം പള്ളി ഒതുക്കയറാൻ വരുമ്പോഴത്തേക്ക് അവരെന്നെ കണ്ടാൽ ഫേസ് ചെയ്യത്തുമില്ല. കാരണം എൻ്റെ മകൾക്ക് കുട്ടികളില്ലല്ലോ. പക്ഷേ ഇതെല്ലാം കൂടെ കണ്ടിട്ടാണ് ഞാൻ അവസാനം എന്നോണം ഞാൻ വിചാരിച്ച് കൃപാസനത്തിലൊന്ന് വരാം. അറ്റ കൈ എന്നോണമാണ് ഞാൻ ഈ മാതാവിൻ്റെ സന്നിധിയിൽ വരുന്നത്. അപ്പോൾ അവിടെ നിന്നൊരു കൊച്ചൊരു വണ്ടി വിട്ട് ഞാൻ ആ വണ്ടിയിൽ കയറി ഇവിടെ വന്നിറങ്ങി. അത്ഭുതമെന്ന് പറയട്ടെ, ഞാൻ വണ്ടിയിൽ നിന്നും കാലെടുത്ത് വെച്ചപ്പോൾ തന്നെ എൻ്റെ ശരീരത്തിനൊരു സ്പാർക്കുണ്ടായി. അപ്പോഴേ എനിക്ക് മനസ്സിലായി മാതാവ് എൻ്റെ മകൾക്ക് കുഞ്ഞിനെ കൊടുക്കുമെന്നുള്ളത്. ഞാൻ ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ നല്ല രീതിയിൽ ഉടമ്പടി കൊണ്ടുപോയി. ഞാൻ പ്രാർത്ഥിക്കുകയും കുർബാന കൂടുകയും ആരാധനയിൽ പങ്കെടുക്കുകയും എല്ലാം ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ
7 മാസം കഴിഞ്ഞിട്ടും എൻ്റെ മകൾക്ക് ഒന്നും ആയില്ല. എന്നാലും ഞാൻ ഉടമ്പടിയിൽ തന്നെയാണ്. പക്ഷേ എൻ്റെ മകൾ ഒരു ദിവസം എന്നോട് പറഞ്ഞ്, എനിക്ക് കുഞ്ഞുങ്ങളുണ്ടാകുന്നില്ലല്ലോ അമ്മേ, എന്തായാലും ഒരു കാര്യം ചെയ്യാം, ഒരു കുഞ്ഞിനെ ദത്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു സ്വന്തമായിട്ടൊരു ഭവനം വേണ്ടേ, ഞാൻ ഇസ്രായേലിലെങ്ങാനും പോയി 5 വർഷം ജോലി ചെയ്യാം, 2 വർഷം കടങ്ങൾ തീർത്താലും 3 വർഷം കൊണ്ട് ഒരു വീടെടുത്ത് കഴിഞ്ഞാൽ ആ വീട് എഴുതി വെച്ചിട്ട് എനിക്കൊരു കുഞ്ഞിനെ എടുക്കാമല്ലോ എന്ന്. അപ്പം ഞാനും എൻ്റെ ഭർത്താവും പറഞ്ഞു, മോക്ക് ഇത് നേരത്തെ അങ്ങനെയുള്ള ഒരു ചിന്ത ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞുകൂടായിരുന്നോ, ഞങ്ങൾ നേരത്തെ തന്നെ മോക്ക് പോകാനുള്ള വഴി ഒരുക്കി തരുമായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ പപ്പാടെ ഒരു ഫ്രണ്ടിൻ്റെ മോളുടെ അടുത്ത് പറഞ്ഞ് ഇസ്രായേലിൽ പോകാനുള്ളതെല്ലാം സെറ്റാക്കി. അതായത് 1.5 ലക്ഷം രൂപ വരെ പ്രോസസ്സിങ് നടത്തി, 2.5 ലക്ഷം രൂപ വിസയ്ക്കും കൊടുത്തു കഴിഞ്ഞു. എൻ്റെ മോൾക്ക് ഏകദേശം വിസ വരാൻ എല്ലാ ഡേറ്റും ആയി. അപ്പം വീണ്ടും 2025 മാർച്ച് 13 ഞാൻ ഉടമ്പടി എടുക്കാൻ വന്നു. ഇതിനിടയ്ക്ക് വെച്ച് എൻ്റെ മോളെയും കൂടെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി പുതുക്കിയിട്ടുണ്ടായിരുന്നു. മോളും മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് റിനി. ഞാനിവിടെ 2019 ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാൻ വരുന്നത്. അമ്മ 24 വരുന്നത്, പക്ഷേ ഞാൻ 19 വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് ഇവിടെ വന്നപ്പോൾ ഇവിടെ നമുക്കറിയാം, എടുക്കുന്നവർക്കറിയാം, കേരളത്തിനകത്തുള്ളവരുടെ ഫോമിൻ്റെ കളറ്, കേരളത്തിന് പുറത്ത്, എബ്രോഡ്, അങ്ങനെ പല പല കളറിലാണ്. അപ്പം ഞാൻ ആദ്യമായിട്ട് എനിക്ക് ഇവിടുത്തെ രീതികളൊന്നും അറിയില്ല. വന്നപ്പോഴേക്കും ഇതെന്താ ഈ ഒരു ഡിസ്ക്രിമിനേഷൻ എന്താണെന്ന് അത് എനിക്ക് എന്തോ ഒരു ഡൈജസ്റ്റബിൾ ആയില്ല ഫസ്റ്റ്. അങ്ങനെ അത് എടുത്ത് പോയി പ്രാർത്ഥനയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ 2026 ഏപ്രിലിൽ ഞാൻ 12 വർഷം കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം കുട്ടികളില്ല. അപ്പോൾ ആദ്യം ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞ് ആ ഒരു സമയത്തൊക്കെ ട്രീറ്റ്മെൻറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ ചെക്കപ്പ് ചെയ്തപ്പോഴേക്കും എനിക്ക് ഒരു ഒവേറിയൻ സിസ്റ്റിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അത് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. ലാപ്പ് ചെയ്തു, സർജറി ചെയ്തു. ഹസ്ബൻഡിന് സ്പെം മോട്ടിലിറ്റിയുടെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞു, അതിന് മരുന്നെടുക്കുന്നു. പക്ഷേ ഈ 8-10 വർഷത്തോളം നമ്മൾ ഈ മരുന്ന് കഴിക്കുന്നു. എല്ലാ മരുന്നുകളും, ആയുർവേദം, അലോപ്പതി, ഹോമിയോപ്പതി ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിലൊന്നും നമുക്ക് ഒരു റിസൾട്ട് വരുന്നില്ല. അപ്പം നമ്മൾ മാനസികമായിട്ട് ഭയങ്കരമായിട്ട് അങ്ങ് തകർന്നു. ഇനിയിപ്പം ഞാൻ ഒരുപാട് അടി കൂടിയിട്ടുണ്ട് ഞാൻ മാതാവിനോട്. ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കുന്നില്ല, എന്നിട്ട് എന്താ നീ എനിക്കൊന്നും തരാത്തേന്നും പറഞ്ഞിട്ട്. അങ്ങനെ 19 ശേഷം പിന്നെ കോവിഡ് വരുന്നു, പുതുക്കാനൊന്നും പറ്റണില്ല. പിന്നെ എനിക്കങ്ങ് വരാനുള്ള ഒരിതില്ല. പിന്നെ അമ്മ 2024 അമ്മ വന്നു കഴിഞ്ഞപ്പോഴേക്കും അമ്മ എന്നോട് പറഞ്ഞു, നീ വാ അവിടെ. കാരണം അമ്മയ്ക്കുണ്ടായ അനുഭവം വെച്ചിട്ട് അമ്മ പറഞ്ഞു, എൻ്റെ മനസ്സ് പറയുന്നു അങ്ങ് അത് തരും. എന്നിട്ട് ഞാനില്ല, എന്തിനാ, ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കുന്നു, കുഞ്ഞുനാൾ മൂലം ഞാൻ പള്ളിയിൽ വരുന്നില്ലേ, എന്നിട്ടൊന്നും എനിക്ക് വരുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാനങ്ങ് ഭയങ്കരമായിട്ട് വിഷമിച്ചു. അങ്ങനെയാണ് അമ്മ പറഞ്ഞില്ല, നീ ഇവിടെ വാ, എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞു. അമ്മ എൻ്റെ മുമ്പിൽ ഇരുന്ന് കരഞ്ഞു. അങ്ങനെ ഞാൻ അമ്മയ്ക്ക് വേണ്ടിയിട്ട് 2ാമതും ഞാൻ വന്നു, പുതുക്കി. പിന്നീടും അത് നമുക്കൊന്നും റിസൾട്ട് ഇങ്ങനെ വരുന്നില്ല. അതിനുശേഷമാണ് ഞാൻ അമ്മ പറഞ്ഞതുപോലെ അഡോപ്റ്റ് ചെയ്താലോ എന്നൊക്കെയുള്ള ഒരു ഓപ്ഷൻ മനസ്സിലേക്ക് വരുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് ഞങ്ങൾ കല്യാണം കഴിഞ്ഞ ഇടയ്ക്ക് IMSൽ ദമ്പതി ധ്യാനം കൂടിയിട്ടുണ്ട്. അപ്പോൾ ഈ IVF ട്രീറ്റ്മെൻറ്റിൽ ഒരേ സമയം ഒന്നിലേറെ ഭ്രൂണങ്ങൾ ഉണ്ടാക്കുമെന്നും അതിലേറ്റവും ആരോഗ്യമുള്ളതിനെയാണ് നമ്മുടെ ഉള്ളിൽ നിക്ഷേപിക്കുന്നത്. അതെനിക്കറിയില്ലായിരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് അച്ഛൻ ഇങ്ങനെ IVF തെറ്റാണെന്നുള്ള രീതിയിൽ ഇതിനെ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഞാൻ ഈശോയെ അതൊന്നും ചെയ്യാനിട വരുത്തരുതേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീണ്ടും ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യുന്നു. പിന്നെ IUI ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സ്പേം തന്നെ നന്നായിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളക്ട് ചെയ്ത് അതിൽ ആരോഗ്യമുള്ള സ്പേമിനെ യൂട്രസിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുന്ന രീതിയാണ്. അതൊരു 3 പ്രാവശ്യം നമ്മൾ അത് ചെയ്തു. അതിലും റിസൾട്ടൊന്നുമില്ല. അതിനുശേഷം ഞാൻ പിന്നീട് അമ്മയുടെ കൂടെ വന്ന് 2024 അമ്മയുടെ കൂടെ വന്നിട്ട് എൻ്റെ 2ാമത്തെ പുതുക്കൽ അന്നാണ് ഉടമ്പടി പുതുക്കൽ. പിന്നീട് ഇസ്രായേലിലേക്ക് പോകാനുള്ളൊരു ഓപ്ഷൻ വരുന്നു. അപ്പം ഇസ്രായേലിലേക്ക് അപ്പം ഞാൻ പറഞ്ഞു, ഞങ്ങൾ കുടുംബ വീട്ടിലാണ് താമസിക്കുക. അപ്പം അറിയാമല്ലോ, ഒരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇതൊക്കെ സ്വത്തുക്കൾ എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കണം. അപ്പം നമുക്ക് അത് പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പോയിട്ട് അത് വെച്ചിട്ട് ഒരു വീടൊക്കെ എടുത്ത് അത് വെച്ചിട്ട് ഒരു കുഞ്ഞിനെ അങ്ങ് അഡോപ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇസ്രായേലിലേക്ക് പോകാനുള്ള പ്രോസസ്സും കാര്യങ്ങളും ഒക്കെ നടക്കുന്നു. അതിൻ്റെ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യുന്നു. അതിൻ്റെ പൈസ ഏകദേശം ഒരു 3 ലക്ഷത്തോളം രൂപയൊക്കെ അതിനൊക്കെ കൊടുത്തു. അപ്പോൾ കൊടുത്തൊക്കെ കഴിഞ്ഞിട്ട് ഏകദേശം എൻ്റെ 3ാമത്തെ പുതുക്കലിൻ്റെ സമയമായി. അങ്ങനെ ഞാനിവിടെ വന്ന് നിയോഗം എഴുതുമ്പോൾ അപ്പോഴേക്കും മനസ്സിൽ എഴുതുന്നത് വരെ ഞാൻ ഇനിയിപ്പോൾ 1ാമത്തെ നിയോഗം കുഞ്ഞിൻ്റെ കാര്യം എന്തിനാണ് എഴുതുന്നത്, അതേ പോകാൻ പോകുമല്ലേ. അപ്പോഴേക്കും എൻ്റെ മത്താശ വരെ വന്നു, പോകാൻ പോകുമല്ലേ, ഇനി കുഞ്ഞിൻ്റെ നിയോഗം എഴുതിയിട്ട് എന്തിനാ, അത് 1ാമത്തെ നിയോഗം അത് വെക്കണ്ട, കാരണം ഇനി 5 വർഷത്തെ ആ ഒരു ഇത് കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. പക്ഷെ എന്നാൽ എഴുതാൻ പോയപ്പോൾ ഉള്ളിൽ എന്തോ അതങ്ങനെ അല്ലല്ലോ, ഏറ്റവും പ്രയോറിറ്റി അതല്ലേ.
എന്ന് പറഞ്ഞിട്ട് അതെന്തോ ഉള്ളിൽ എന്തോ ഒരു തോന്നൽ. ഞാൻ അങ്ങനെ വീണ്ടും സാധാരണ ഞാൻ നിയോഗം 1 2 3 ഇങ്ങനെ ഇടുക താഴേക്ക്. പക്ഷെ അന്ന് ഞാൻ എന്തോ 1 2 അങ്ങനെ ഇട്ടിട്ടാണ് നിയോഗം എഴുതുന്നത്. അപ്പോൾ ഇവിടെ ആദ്യത്തെ നിയോഗം കുഞ്ഞിൻ്റെ കാര്യം എഴുതുന്നു, കുഞ്ഞിനെ വേണമെന്നുള്ളത്. നിയോഗമൊക്കെ എഴുതി വന്നിട്ട് ഇവിടെ തിരുസന്നിധിയിൽ ആ നിയോഗം നമ്മൾ ആ കണ്ടെയ്നറിൽ നമ്മൾ ഇടുമല്ലോ. അപ്പോൾ അതിവിടെ ഇടാൻ നിൽക്കുമ്പോഴേക്കും എനിക്ക് എൻ്റെ കരച്ചിലിനെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ഭയങ്കരമായിട്ട് അങ്ങ് വിഷമിച്ച് മാതാവിനോട് ഇങ്ങനെ കരഞ്ഞ് പറയുന്നുണ്ട്, നീ എനിക്ക് കുഞ്ഞിനെ തന്നായിരുന്നെങ്കിൽ ഞാനിങ്ങനെ പോകുമായിരുന്നോ, എന്താ നീ തരാത്തെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം അന്ന് എനിക്ക് 33 വയസ്സാണ്. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് ഞാൻ 5 വർഷം കഴിഞ്ഞ് വരുമ്പോൾ എനിക്ക് 38 വയസ്സാണ്. അന്ന് നീ സാറായിക്ക് ശക്തി കൊടുത്തതുപോലെ നീ എനിക്ക് തരുമോ, പ്രസവിക്കാൻ ശക്തി തരുമോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ ഭയങ്കര എനിക്ക് ഒട്ടും എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്, ഞാൻ ഭയങ്കരമായിട്ടും കരഞ്ഞു. എന്നിട്ട് ഞാനതവിടെ ഇട്ടു. അത് കഴിഞ്ഞ് മാതാവിൻ്റെ മുൻപിൽ വന്ന് ഇവിടെ ഇരിക്കുന്നപ്പോഴേക്കും അച്ഛൻ്റെ പ്രസംഗത്തിൽ അച്ഛൻ പറയുന്നുണ്ടായിരുന്നു, വീടുകൾ എല്ലാവർക്കും എടുക്കാൻ പറ്റും, കുഞ്ഞുങ്ങളെല്ലാവർക്കും കിട്ടും, നിങ്ങൾക്ക് അസാധ്യമായ കാര്യങ്ങൾ നിങ്ങൾ ദൈവത്തോട് ചോദിക്കെന്നും പറഞ്ഞു. അപ്പം ഞാൻ ഇവിടെ നിന്ന് മാതാവിനോട് പറഞ്ഞു, എനിക്ക് അസാധ്യം ഇതാണ്, എനിക്ക് താമസിക്കാൻ വീടുണ്ട്, എനിക്ക് ജോലിയുണ്ട്, എനിക്ക് ആഹാരം കഴിക്കാൻ പറ്റുന്നുണ്ട്, എനിക്ക് ഇല്ലാത്തതൊരു കുഞ്ഞാണ്, അതെന്തുകൊണ്ട് നീ എനിക്ക് തരുന്നില്ല എന്നും പറഞ്ഞു. ഞാനിവിടെ ഭയങ്കരമായിട്ട് കരഞ്ഞു, ഭയങ്കരമായിട്ട് വിഷമിച്ചു. വീട്ടിലേക്ക് പോയി കഴിഞ്ഞ് അത് മാർച്ച് 13 എൻ്റെ 3ാമത്തെ പുതുക്കൽ നടക്കുന്നത്. വീട്ടിലേക്ക് പോയിട്ട് മാർച്ച് 25 ഇതുപോലൊരു ഞായറാഴ്ച ഞാൻ വൈകിട്ട് ഞങ്ങളുടെ ഇടവക പള്ളിയിൽ കുർബാനയ്ക്ക് പോയപ്പോൾ അവിടെ അച്ഛനിങ്ങനെ വിശുദ്ധ കാതറിൻ ലെബോറയുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ട്, അപ്പോൾ ഞാൻ കൺസീവ് ആണെന്ന് എനിക്കറിയില്ല, ഞാനിങ്ങനെ മനസ്സിലിങ്ങനെ ചിന്തിച്ചു, മാതാവേ എനിക്കൊരു പെൺകുഞ്ഞിനെ തന്നൂടെ നീ എനിക്ക് തന്നായിരുന്നെങ്കിൽ ഞാൻ ഈ പേരിട്ടങ്ങ് വളർത്തില്ലേ എന്നും പറഞ്ഞു ചുമ്മാ എന്തോ ഒരു തോന്നലിൽ ഞാൻ അവിടെ ഇരുന്ന് പറഞ്ഞു. തിരിച്ചു വന്ന് 27 തീയതി ഞാനും അമ്മയൊക്കെ ആയിട്ട് ഇതുപോലെ പുറത്ത് പോയപ്പോഴേക്കും സാധനമൊക്കെ വാങ്ങാൻ പോയപ്പോഴേക്കും ഞാൻ ഓപ്പോസിറ്റ് ഇതുപോലൊരു മെഡിക്കൽ ഷോപ്പ് കാണുക. മെഡിക്കൽ ഷോപ്പ് കണ്ടപ്പോഴേക്കും ഉള്ളിൽ എന്തോ ഒരു തോന്നുന്നു, ഒരു കിറ്റ് അങ്ങ് മേടിച്ചു. സാധാരണ എനിക്കിങ്ങനെ ഡേറ്റ് ഇങ്ങനെ ഒരു 1 or 2 days അങ്ങോട്ടും ഇങ്ങോട്ടും മിസ് ഔട്ട് ആയാലും ആദ്യമൊക്കെ ചെക്ക് ചെയ്യുമായിരുന്നു. പിന്നെ അതിനോട് ഒരു 12 വർഷമായിട്ട് ഇത് തന്നെയല്ലേ ചെയ്യുന്നത്, ഒരു 5-6 daysനുള്ളിൽ വീണ്ടും അത് പീരീഡ്സ് ആകുന്നു, അപ്പോൾ പിന്നെ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നൊക്കെ ഉള്ളൊരു തോന്നലുണ്ടായിരുന്നു. പക്ഷെ അന്ന് ഉള്ളിൽ എന്തോ ആരോ ഇരുന്ന് പറയുന്നു, ഒന്ന് മേടിക്ക്, ചെക്ക് ചെയ്തൂടെ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ അത് മേടിച്ചു. ഞാൻ ആരോടും പറഞ്ഞില്ല, അമ്മയോട് ആരോടും പറഞ്ഞില്ല. ഞാൻ അത് പോയി വാങ്ങി, പിറ്റേന്ന് ചെക്ക് ചെയ്തു. എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല, എൻ്റെ 12 വർഷത്തിൽ ഇതുവരെ എനിക്കൊരു മിസ്കാരേജ് വന്നിട്ടില്ല. ചുമ്മാ ഒരു ആശ്വാസത്തിന് പോലും എൻ്റെ ടെസ്റ്റ് കിറ്റിൽ 2 ലൈൻ തെളിഞ്ഞിട്ടില്ല. പക്ഷെ അന്ന് അത്ഭുതമായിട്ട് എൻ്റെ ടെസ്റ്റ് കിറ്റിൽ 2 വര തെളിഞ്ഞു. ഞാൻ പോസിറ്റീവായി പ്രഗ്നൻ്റായി. അത് കഴിഞ്ഞിട്ട് ചെക്കപ്പിന് ചെന്നപ്പോഴേക്കും കുഞ്ഞിന് ഒരു അത്യാവശ്യം മാത്രമേ ആഴ്ചയുടെ വളർച്ചയുണ്ട്, പക്ഷെ ഉള്ളിൽ ഒരു ഇൻറ്റേർണൽ ബ്ലീഡിങ് ഉണ്ട് ചെറുതായിട്ട്. അപ്പോൾ ഡോക്ടർ ബെഡ് റെസ്റ്റ് പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. തൈലം കൊണ്ട് കുരിശിടുകയും തേൻ കുടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ നീണ്ട ഒരു 11 വർഷത്തിന് ശേഷം എനിക്ക് മാതാവ് ഒരു കുഞ്ഞിനെ തന്നു. ഈ 2026 ഏപ്രിൽ 28 തീയതി ഞാൻ എൻ്റെ 12ാമത്തെ വിവാഹ വാർഷികം ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ കൂടെയാണ് ആഘോഷിച്ചത്. എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. അമ്മയോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് ആ കാര്യത്തിൽ. അപ്പോൾ ഞാനങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോൾ എൻ്റെ മോള് ഈ 1ാമത്തെ ഓപ്ഷൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ മോളുടെ അടുത്ത് ചോദിച്ചു, ഞാൻ 1ാമത്തെ ഓപ്ഷൻ മോളുടെ ഇസ്രയേലിൽ പോക്ക് ശരിയാകുന്നതിലേക്ക് വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ ചോദിച്ചു, മോൾ എന്തിനാണ് ഈ 1ാമത്തെ ഓപ്ഷൻ ഈ വാവയ്ക്ക് വേണ്ടി വെച്ചേക്കുന്നത്, നീ പോകാൻ പോകുമല്ലേ എന്ന് പറഞ്ഞ്. അപ്പോൾ എൻ്റെ മോൾ എന്നോട് പറഞ്ഞ്, അമ്മ ഞാൻ ഇതിന് വേണ്ടിയിട്ടല്ലേ പോകാൻ പോകുന്നത്, എനിക്കൊരു കുഞ്ഞിനെ കിട്ടിക്കഴിഞ്ഞാൽ ഇതെനിക്കൊന്നുമല്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വീണ്ടും വീട്ടിൽ വന്നിട്ട് ഞാൻ അവിടെ ഇരുന്ന് ഒരുപാട് കരഞ്ഞു. വീട്ടിൽ വന്ന് ഒത്തിരി ശക്തമായിട്ട് ഞാൻ വീണ്ടും തുടർച്ചയായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. രാത്രിയും പകലും എല്ലാം പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതായത് എൻ്റെ മോനും വൈഫും സ്ഥലത്തില്ല, അവർ കാനഡയിലാണ്. എൻ്റെ മോളും കൂടെ ദൂരസ്ഥലത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാനും എൻ്റെ ഭർത്താവും ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, ഞങ്ങൾക്ക് ആരുമില്ലല്ലോ. എൻ്റെ മകൾക്കൊരു കുഞ്ഞിനെ കൊടുത്തിരുന്നു എന്നുണ്ടെങ്കിൽ എൻ്റെ മകൾ ഇത്രയും ദൂരത്ത് പോകത്തില്ലായിരുന്നല്ലോ, ഞങ്ങൾ പലരിൽ നിന്ന് ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് ഒത്തിരി പ്രാർത്ഥിച്ചു. അതിനുശേഷമാണ് ഞാൻ ഈ 2025 മാർച്ച് 27 തീയതി പള്ളിയിൽ നിന്ന് വന്നപ്പോഴത്തേക്ക് എൻ്റെ മോൾ എൻ്റെ നേരെ കാർഡ് എടുത്ത് നീട്ടിക്കൊണ്ട് നിൽക്കുന്നത്, പിങ്ക് 2 വരെയുള്ളൊരു കാർഡുമായിട്ട്. അപ്പം എൻ്റെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. ഞാൻ പരിശുദ്ധ അമ്മേനെയും കൃപാസന അമ്മേനെയും കെട്ടിപ്പിടിച്ച് ഞാൻ വലിയ വായിൽ നിലവിളിച്ച്, അതേപോലെ എൻ്റെ മോളെയും കെട്ടിപ്പിടിച്ച് ഞാൻ കരയുകയുണ്ടായി.
അതിനുശേഷം ആ 9 മാസം കഴിഞ്ഞ് 2 ആഴ്ചയും കഴിഞ്ഞ്, അതായത് നവംബർ 15-ാം തീയതി മോളെ ചെക്കപ്പിന് പോകേണ്ടുന്ന ദിവസമായിരുന്നു. അന്ന് ചെക്കപ്പിന് പോകാൻ നേരം ഞാൻ വെളുപ്പിനെ ഇതുപോലെ എഴുന്നേറ്റ് പ്രാർത്ഥന പഠിച്ചിട്ട് ഞാനിങ്ങനെ ബൈബിൾ എടുത്തപ്പോഴത്തേക്ക് ബൈബിളിനകത്ത് മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 13-ാം വാക്യം, അതായത് യേശുവിൻ്റെ ജ്ഞാനസ്നാനം, അങ്ങനെയുള്ളൊരു വാക്യമാണ് കിട്ടിയത്. ഞാൻ തിരിഞ്ഞ് മോളോട് പറഞ്ഞ്, മോളെ ഇന്ന് പ്രസവം നടക്കും. അപ്പം കൊച്ചൻ്റെ അടുത്ത് ചോദിച്ചു, അമ്മ എന്താ അങ്ങനെ പറയുന്നത്, നമ്മളിന്ന് ചെക്കപ്പിനല്ലേ പോകുന്നതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞില്ല, വചനം വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ്, ഇന്ന് പ്രസവം നടക്കുമെന്നാണ് പറഞ്ഞതെന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ ഒരൊരുക്കവുമില്ല, വെറുതെ ചെക്കപ്പിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ ഞാനും മോളും മാത്രം പോയതാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഡോക്ടർ മോളെ പിന്നെ ലേബർ റൂമിൽ കൊണ്ടുപോയി ചെക്കപ്പൊക്കെ ചെയ്തിട്ട് പുറത്ത് വന്നിട്ട് പറഞ്ഞ്, നമുക്ക് ഇന്നിപ്പോൾ ശനിയാഴ്ചയല്ലേ, നിങ്ങളിവിടെ തന്നെ അങ്ങ് അഡ്മിറ്റ് ആകുക, ഞായറാഴ്ചയും കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച നമുക്ക് സിസേറിയൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ മോള് ലേബർ റൂമിനായിരുന്നപ്പോൾ തന്നെ ഞാൻ ഒത്തിരിയേറെ അവിടെ ഇരുന്ന് പ്രത്യക്ഷീകരണം കൊന്തപിടിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അവിടെ ഒരു മാതാവിൻ്റെ ഒരു രൂപമുണ്ട്. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, അമ്മ എനിക്ക് ഞാനിന്ന് ബൈബിൾ എടുത്തപ്പോഴത്തേക്ക് എനിക്ക് വെളിപ്പെടുത്തി തന്നത് ഇന്ന് പ്രസവം നടക്കുമെന്നാണല്ലോ, പക്ഷേ ഡോക്ടർ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു അവിടെ ഇരുന്ന്. അതിനുശേഷം അത്ഭുതമെന്ന് പറയട്ടെ, അതിന് മുമ്പേ ആദ്യം ഡോക്ടർ വന്ന് എന്നോട് പറഞ്ഞത്, അനസ്തേഷ്യ ഡോക്ടറേയും പോയി കഴിഞ്ഞ് പീഡിയാട്രിഷ്യനും പോയി കഴിഞ്ഞ്, അതുകൊണ്ട് ഇനിയിപ്പം ഡെലിവറി നടക്കാൻ സിസേറിയൻ ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് പറഞ്ഞത്. അതിനുശേഷം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചതിന് ശേഷം വീണ്ടും ഡോക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, അതായത് ഇന്ന് വൈകിട്ട് 6 മണിക്ക് റിനീഷൻ്റെ സിസേറിയനാന്ന് പറഞ്ഞു. എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. അതായത് എൻ്റെ കൃപാസന അമ്മ അവിടെ എനിക്ക് വീണ്ടും അത്ഭുതം പ്രവർത്തിച്ചു തന്ന്, വചനത്തിലൂടെ കാണിച്ചു തന്നത് തന്നെയാണ് ഡോക്ടറെ കൊണ്ട് പറയിപ്പിച്ചതും. അങ്ങനെ എനിക്ക് ആരോഗ്യമുള്ള എൻ്റെ മകൾക്കൊരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു. അതുമാത്രമല്ല, കുഞ്ഞു വാവയുടെ 28-ൻ്റെ അന്ന് ഞങ്ങൾ വൈകിട്ട് 3 മണിക്കായിരുന്നു ആ നൂലുകെട്ട് ചടങ്ങ് വെച്ചിരുന്നത്. പക്ഷേ രാവിലെ ആയപ്പോഴത്തേക്ക് ഞാൻ നോക്കിയപ്പം എൻ്റെ ബാക്ക് സൈഡിൽ കൂടി ഒരു വെള്ളപ്രാവ് ഇങ്ങനെ എൻ്റെ ബാക്ക് ഗേറ്റിൻ്റെ കെട്ടിൻ്റെ അകത്ത് നിൽക്കുന്നത് ഞാൻ കണ്ട്. ഞാൻ മോളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞ്, മോളെ എല്ലാം ശുഭമാണെന്ന് തോന്നുന്നെന്ന് പറഞ്ഞു. അപ്പോൾ കൊച്ചു ചോദിച്ചു, അതെന്താ അമ്മയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പിന്നെ കൃപാസന അമ്മയാന്ന് തോന്നുന്നു, നമ്മുടെ ബാക്ക് സൈഡിൽ ഒരു വെള്ളപ്രാവിൻ്റെ രൂപത്തിൽ വന്ന് നിൽക്കുന്നെന്ന് പറഞ്ഞു. മോളുടെ അടുത്ത് റൂമിൽ ഇതും പറഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഈ പ്രാവ് ബാക്കിൽ കൂടെ എൻ്റെ വീട്ടിൻ്റെ അകത്തോട് കയറി ഫ്രണ്ട് ഡോറിൻ്റെ അവിടെ വന്നിട്ട് അവിടെ നിന്ന് തിരിച്ച് എങ്ങോട്ട് പോയി എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇന്നും വിശ്വസിക്കുന്നത് കൃപാസനമ്മയാണ് പ്രാവിൻ്റെ രൂപത്തിൽ എൻ്റെ വീട്ടിൽ വന്നതെന്നുള്ളതാണ്. അങ്ങനെ എൻ്റെ മകൾക്ക് ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ച പരിശുദ്ധ അമ്മയ്ക്ക് 1000 നന്ദി. അടുത്തത്, എൻ്റെ കുഴൽക്കിണറിനകത്ത് 5-6 ലിറ്റർ വെള്ളം ഒഴിച്ച് അല്ലാതെ എനിക്ക് മോട്ടർ ഇടാൻ പറ്റത്തില്ല. അതായത് ഒരു 10 വർഷം കൊണ്ട് എൻ്റെ കിണർ അങ്ങനെയാണ്. പലരെയും വിളിച്ച് ശരിയാക്കിയെങ്കിലും അതൊരു വിധത്തിലും ശരിയാകത്തില്ല. അപ്പം ഞാനിങ്ങനെ പല സാക്ഷ്യങ്ങളും കേൾക്കുന്നുണ്ട്. ഈ ഉപ്പിട്ട് പ്രാർത്ഥിക്കുമ്പോഴത്തേക്ക് അവർക്ക് വെള്ളം തെളിഞ്ഞ് കിട്ടുന്നു, വെള്ളം നല്ലതായി വരുന്നെന്നൊക്കെ. അപ്പം ഞാനും വിചാരിച്ച് എനിക്ക് എന്തുകൊണ്ട് അങ്ങനെ പ്രാർത്ഥിച്ചുകൂടാ. അങ്ങനെ ഞാൻ പിന്നെ ഒരു കൃപാസനം പത്രം ആ കിണറിൻ്റെ അവിടെ കൊണ്ട് വെക്കുകയും എന്നിട്ട് വിശ്വാസ പ്രമാണം പഠിച്ച് ഉപ്പിട്ട് ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ 5 ലിറ്റർ വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്ന സ്ഥാനത്ത് ഒരു ദിവസം ആയപ്പോഴത്തേക്ക് വെറും 1 ഗ്ലാസ് വെള്ളം ഒഴിക്കേണ്ടിയേ വന്നുള്ളൂ. അപ്പം ഞാൻ 1 ഗ്ലാസ് വെള്ളമല്ലേ ഒഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഇന്ന് നമുക്ക് മോട്ടറിട്ട് നോക്കാമെന്ന് പറഞ്ഞു. ഞാൻ മോട്ടറിട്ടതിന് ശേഷം ആ കുഴൽക്കിണറ്റിൽ നിന്ന് വെള്ളം നിറഞ്ഞ് തുളുമ്പിയിട്ട് ഇന്ന് വരെയും ഞാൻ അതിനുശേഷം വീണ്ടും ഞാൻ ഒരു തുള്ളി വെള്ളം പോലും കിണറ്റിനകത്ത് ഒഴിച്ചിട്ടില്ല. എല്ലാ ദിവസവും മോട്ടറിടാതെ തന്നെയാണ് എനിക്കിഷ്ടം പോലെ വെള്ളം കിണറ്റിനകത്ത് നിന്ന് കിട്ടുന്നുണ്ട്. എൻ്റെ കാരുണ്യ പ്രവൃത്തികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി രോഗികൾക്ക് എന്നാൽ കഴിവുള്ള വിധത്തിൽ ഞാൻ പല രീതിയിലും സഹായിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഞങ്ങൾക്കൊരു കൂട്ടായ്മയുണ്ട്. അത് 20 എത്ര പേര് ഉണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ പൈസ എടുത്ത് ഞങ്ങൾ ഒന്നുകിൽ വൃദ്ധസദനങ്ങളിൽ അവർക്ക് ഡ്രസ്സ് മേടിച്ച് കൊടുക്കുകയോ അല്ലെങ്കിൽ അവർക്ക് ഫുഡ് മേടിച്ച് കൊടുക്കുകയോ ചെയ്യും. അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ പിന്നെ ക്യാൻസർ രോഗികൾക്കും സുഖമില്ലാത്ത രോഗികൾക്കാണ് ഞങ്ങൾ കളക്ട് ചെയ്ത് പൈസ കൊടുക്കുന്നത്. അങ്ങനെയുള്ള കാരുണ്യ പ്രവൃത്തികളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ ആത്മീയമായിട്ട് ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോവുകയും കൊന്ത പഠിക്കുകയും അതുപോലെ തന്നെ ഞാൻ കുമ്പസാരിക്കുകയും എല്ലാം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇത്രയൊക്കെയാണ് പരിശുദ്ധ അമ്മയും തിരുക്കുമാരനും എൻ്റെ കുടുംബത്തിൽ ചെയ്തു തന്നത്. ഇത്രയും വലിയ നന്മകൾ എൻ്റെ കുടുംബത്തിന് ചെയ്തു തന്നതിന് അമ്മയ്ക്കും പരിശുദ്ധ കുമാരനും 1000 നന്ദി അർപ്പിക്കുന്നു. നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായം 2-ാം തിരുവചനം അരുളി ചെയ്യുന്നു,
അവിടുത്തെ വചനം ശ്രവിച്ചാൽ അവിടുന്ന് ഈ അനുഗ്രഹങ്ങളെല്ലാം നിന്റെ മേൽ ചൊരിയും. നഗരത്തിലും വയലിലും നീ അനുഗ്രഹീതനായിരിക്കും. നിന്റെ സന്തതികളും വിളവുകളും മൃഗങ്ങളും കന്നുകാലിക്കൂട്ടവും ആട്ടിൻപറ്റവും അനുഗ്രഹിക്കപ്പെടും. നിന്റെ അപ്പക്കുട്ടയും മാവ് കുഴയ്ക്കുന്ന കലവും അനുഗ്രഹിക്കപ്പെടും. സകല പ്രവൃത്തികളിലും നീ അനുഗ്രഹീതനായിരിക്കും. റീന ബാബു തൻ്റെ മകളും കുടുംബവുമായി വന്ന് സാക്ഷ്യം പങ്കുവയ്ക്കുന്നു. ഏകദേശം 12 വർഷത്തോളമായി തൻ്റെ മകൾക്ക് കുഞ്ഞുങ്ങളില്ല. ഇന്ന് ഒരു കുഞ്ഞുമായി വന്ന്, സ്വന്തം രക്തത്തിൽ പിറന്ന ഒരു കുഞ്ഞുമായി വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി അനുഭവം സ്വന്തമാക്കി. നാം എല്ലാം കേട്ട് കഴിഞ്ഞതാണ്, ഇനി അത് റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. കുഞ്ഞില്ലാത്തത് കൊണ്ട് കുഞ്ഞിനെ ദത്തെടുക്കാൻ ഇസ്രായേലിൽ പോയി ജോലി ചെയ്ത് പണം സമ്പാദിച്ച് കുഞ്ഞിനെ ദത്തെടുക്കാൻ പോയ ഒരു മകൾക്കാണ് പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ മാത്രം അമ്മ ഒരു കുഞ്ഞിനെ പ്രദാനം ചെയ്യുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നാം കേട്ട തിരുവചനം പോലെ സകല പ്രവൃത്തികളിലും നീ അനുഗ്രഹീതനാകും എന്നാണ് തിരുവചനം നമ്മോട് അരുളി ചെയ്യുന്നത്. സന്തതികളും വിളവുകളും മൃഗങ്ങളും കന്നുകാലിക്കൂട്ടവും എല്ലാം നമുക്ക് നൽകപ്പെടുമെന്ന് തിരുവചനം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒന്നിനെക്കുറിച്ചും അത് എത്ര വർഷം കഴിഞ്ഞാലും സാറായുടെ വന്ധ്യമായ ഉദരത്തെ നീ അനുഗ്രഹീതമാക്കിയില്ലേ, എനിക്കൊരു കുഞ്ഞിനെ നിനക്ക് തന്നുകൂടെ എന്ന് ഈ മകള് ഉള്ളു നൊന്ത് അമ്മയോട് പറഞ്ഞിട്ട് ഇവിടുന്ന് പോകുമ്പോൾ അമ്മ കൈവിടുന്നില്ല. എല്ലാ ട്രീറ്റ്മെൻറ്റും ചെയ്തവരാണ്, IVF മാത്രം ചെയ്തില്ല. ആ പാപം നീ എന്നെക്കൊണ്ട് ചെയ്യിക്കരുതേ എന്നാണ് തൻ്റെ മകള്, അതായത് ഈ കുഞ്ഞിനെ ലഭിച്ച ആ മകള് പ്രാർത്ഥിക്കുന്നത്. റിനി ഷൈൻ പ്രാർത്ഥിക്കുന്നത് അങ്ങനെയാണ്. അങ്ങനെ താൻ ഇവിടുന്ന് പോയതിന് ശേഷം പിന്നീട് നടന്ന കാര്യങ്ങളൊക്കെ ആ മകളും പറഞ്ഞു. അപ്പോൾ എല്ലാവരും കളിയാക്കിയിരുന്ന അവസരത്തിൽ താൻ എന്താണ് ദൈവത്തിൻ്റെ മുമ്പിൽ പുലമ്പുന്നതെന്ന് ഹന്നായ്ക്ക് അറിയില്ലായിരുന്നു. ഹന്ന മത്ത് പിടിച്ചതുപോലെ പുലമ്പിക്കൊണ്ടിരുന്നു. ഏലി പ്രവാചകൻ ഓർത്തു ഹന്ന മദ്യപിച്ചിട്ട് എന്തൊക്കെയോ പുലമ്പുകയാണെന്ന്. എന്നാൽ എന്നെ ഒരു മദ്യപിച്ചവളായി കാണരുതേ, ഞാൻ ദൈവസന്നിധിയിൽ എൻ്റെ ഹൃദയവിചാര വികാരങ്ങൾ പങ്കുവയ്ക്കുകയാണെന്നാണ് ഹന്ന ഏലി പ്രവാചകനോട് പറയുക. ബൈബിളിലൂടെ നാം കടന്നു പോകുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. ഒരു വേദനിച്ച ഹൃദയത്തോടെ ഈ അമ്മയും മകളും ദൈവത്തെ വിളിച്ച് കരയുമ്പോൾ ദൈവം താണിറങ്ങി വരുന്നു. അമ്മ ഈശോയോട് പറഞ്ഞ് എങ്ങനെയാണ് ഇന്ന് ഒരു കുഞ്ഞുമായിട്ട് ഇവിടെ നിൽക്കുവാൻ, അതും മാതാവിൻ്റെ മംഗളവാർത്ത തിരുനാളിൽ മാർച്ച് 25 മാതാവിൻ്റെ മംഗളവാർത്ത തിരുനാളാണ്. അതുപോലെ തന്നെ കാതറിൻ ലബോറ എന്ന വിശുദ്ധയുടെ തിരുനാളുമാണ്. കാതറിൻ ലബോറ ഒരു നൊവിസായിരുന്നു. ഒരു നൊവിസായിരിക്കുമ്പോൾ തന്നെ മരിച്ച വ്യക്തിയാണ് കാതറിൻ ലബോറ. അത്ഭുത കാശരൂപം, മിറക്കുലസ് മെഡൽ, അത് പരിശുദ്ധ അമ്മ കൊടുക്കുന്നത് കാതറിൻ ലബോറയ്ക്കാണ്. അപ്പോൾ ഇതൊന്നും ഇവർക്കറിയില്ല. എന്നാൽ ഇന്നിപ്പോൾ ഇവരിത് പങ്കുവെച്ചപ്പോൾ സിസ്റ്റർ അതെല്ലാം ഓർക്കുകയാണ്. അങ്ങനെ അത്ഭുത മെഡൽ, മാതാവിൻ്റെ അത്ഭുത മെഡൽ, മിറക്കുലസ് മെഡൽ, അത് മാതാവ് കൊടുത്തത് കാതറിൻ ലബോറയ്ക്കാണ്. തൻ്റെ കുഞ്ഞിന് ആ പേരിടാം, എനിക്കൊരു കുഞ്ഞിനെ, ഒരു പെൺകുഞ്ഞിനെ നിനക്ക് തന്നുകൂടെ എന്നൊക്കെ റിനി അവിടെ പള്ളിയിൽ പോയി നിന്ന് റിനി ഷൈൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഒന്നും അറിയാതെയാണ് ആ മകൾ ഇതൊക്കെ പ്രാർത്ഥിക്കുന്നത്. എന്നാൽ സ്വർഗത്തിൻ്റെ ദൂതയായ അമ്മയ്ക്കിതെല്ലാം അറിയാമായിരുന്നു. സ്വർഗം പറഞ്ഞതൊക്കെ ചെയ്ത അമ്മ, ആ അമ്മയുടെ പ്രാർത്ഥന ദൈവപിതാവിന് നിരസിക്കാനാവില്ല. നമുക്കും പ്രത്യാശയുള്ളവരാകാം, യാതൊന്നുകൊണ്ടും പേടിക്കേണ്ടെന്നേ. അമ്മ കൂടെയുണ്ട്. ഉടമ്പടിയിൽ വിശ്വസ്തരായിരിക്കുക, വിശുദ്ധിയോടെ ജീവിക്കാൻ പരിശ്രമിക്കുക. കാരുണ്യ പ്രവർത്തനങ്ങൾ, പ്രേക്ഷിത പ്രവർത്തനം, അത് ജീവിതത്തിൽ ഒരിക്കലും നിർത്താതെ ചെയ്തുകൊണ്ടിരിക്കുക. അമ്മ നമ്മെ അനുഗ്രഹിക്കും. ഈശോ നമ്മുടെ മേൽ കരുണ ചൊരിയും. നമുക്ക് കരങ്ങളടിച്ച് ഈ കുടുംബത്തോടൊപ്പം ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന.